എന്നെ കണ്ടപ്പോൾ ഞാൻ ബാറ്ററി വാങ്ങാൻ പോയ സമയത്ത് എൻ്റെ ഒരു പുള്ളി എൻ്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ കേട്ടോ പറഞ്ഞു. പുള്ളി ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് കൈ തന്നു. അപ്പോൾ കൈ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നല്ല പടം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ കണ്ണടവും പരിപാടിയും പെൺകുട്ടിയൊക്കെ നന്നായിട്ടുണ്ടെന്ന്. ഞെട്ടിപ്പോയി ഞാൻ. നമ്മൾ കളമശ്ശേരിയിലാണ് ഈ പയ്യൻ ചുറ്റിക എടുത്തിട്ട് പുള്ളിയുടെ മുഖത്തൊരടിയുണ്ട് ഫൈറ്റിനായിട്ടല്ല. അപ്പം അടിച്ചൊന്നും പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം പുള്ളി അസീസ് വരുമ്പോഴേക്കും ഇങ്ങോട്ട് എണീറ്റിട്ട് മുപ്പിരുന്ന അങ്ങോട്ട് നടക്കും. ഇത് കളമശ്ശേരി നമ്മൾ എടുത്തിരിക്കണം 7 ദിവസം. ഇതിന്റെ നേരെ 8 ദിവസം നമ്മൾ പൂനെയിൽ ഒരു കുഗ്രാമത്തിൽപ്പെട്ട് നമ്മൾ എടുക്കണം. തെരുവിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുന്ന ഒരു ഔട്ടാണ് നമ്മൾ എടുക്കുന്നത്. വെച്ചാൽ അവിടെ നിന്ന് പുള്ളിനെ അസീസ് താങ്ങി പിടിച്ച് കുഴപ്പമൊന്നുമില്ലെന്നൂടെ കൊണ്ടുവരികയാണ്. ഈ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ശേഷം ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പുള്ളി ആ തെരുവിന്ന് എടുക്കുന്നതിന് സിനിമ നോക്കിയാൽ മനസ്സിലാവും പുള്ളി വീണ്ടും സ്പീഡിൽ നടക്കും. ഇത് മാച്ച് ചെയ്യണല്ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളത് പറഞ്ഞില്ല. ഞങ്ങള് വിഷ്ണു, ഇത് മനുഷ്യരല്ലേ, നമ്മളത് മറന്നുപോകും. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഞാനിങ്ങനെ അയച്ചു കൊടുത്തു, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് നേരം കാണണം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. പറഞ്ഞു, ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും പലതായിട്ട് കണ്ടു. താങ്കൾ എന്ന് വെച്ചാൽ TH ഒരു 3-4 NGAL നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ നമ്മൾ എണീറ്റുമ്പോൾ വിഷ്ണു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ വായിക്കാനിരിക്കുക അല്ലെങ്കിൽ വേറെ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് ഈ മൊബൈൽ അടുത്ത് വെക്കാതിരിക്കും. മൊബൈൽ നമ്മുടെ പഴയ റിസീവർ കാലല്ലേ, ആ റിസീവർ കാലം പോലെ തന്നെ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം അവിടെ കണക്റ്റഡ് ആണ് എന്ന് വിചാരിക്കുക അവിടെ. അപ്പം നമുക്ക് ഈ സാധനം എടുത്ത് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങ് ആദ്യം കട്ട് ചെയ്യുക. മൊബൈൽ വന്നാൽ അത് ആരാ നോക്കുക, വിഷ്ണു ആണ് വിളിക്കണം, ഓക്കെ എടുക്കുക, ആ വിഷ്ണു അവിടെ തന്നെ വെക്കുക, എന്നിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് വരിക. പഴഞ്ചപ്രണയം വലിയ തോതിൽ യൂട്യൂബിൽ ആളുകൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ കുറേ വയലൻറ്റും കുറേ ഓവർ ദ ടോപ്പ് ആക്ഷനൊക്കെ ഉള്ള സിനിമകളുടെ ഇടയിൽ സമാധാനത്തിലൊരു പടം കാണാൻ പറ്റി. ആളുകൾ കുറേ വലിയ വലിയ കമന്റുകളാണ് എഴുതുന്നത്. ഇപ്പോൾ പഴഞ്ചപ്രണയത്തിന്റെ പ്രിവ്യൂ ഞാൻ റോണിച്ചേട്ടൻ്റെ കൂടെയാണ് കണ്ടത് ഇതിൽ. അപ്പോൾ ആ വേർഷനേക്കാളും കുറച്ചുകൂടി ടെക്നിക്കലി ക്വാളിറ്റി ഉള്ള വേർഷനാണ് ഇപ്പൊ വന്നിട്ടുള്ള ആളുകൾക്ക് വ്യൂവിങ്ങിന്. അതൊരു അതിന്റെ ഏറ്റവും ആദ്യ ഘട്ടത്തിലാണ് നമ്മളൊക്കെ അത് കാണുന്നത്. മനസ്സിലായി. അപ്പൊ അന്നത് ഫാലിമിയുടെയും കാതലിനിടയിലും പെട്ടെന്ന് ഞെരുങ്ങുകയും സിനിമ. പഴഞ്ചപ്രണയത്തിന് വേണ്ടിയിട്ട് എടുത്തൊരു എഫേർട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്തൊരു നായകൻ എന്നുള്ള രീതിയിൽ എടുത്തൊരു പുഷ്, അത് കുറെ കാലം കഴിഞ്ഞിട്ട് അതിന് ഒരുപാട് ഇതിന്റെ ഒരു ചാരിതാർത്ഥ്യം. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ OTT ഏതെങ്കിലും ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ വരണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നോക്കുമ്പോൾ ഇപ്പോൾ മറ്റേ സ്റ്റാൻലി ജോഷോ എന്നുള്ള ആളും പിന്നെ വൈശാഖ് എന്ന് പറഞ്ഞ മറ്റേ ബിനുവിൻ്റെ തന്നെ ഇപ്പോൾ ഒരു സുഹൃത്തുമാണ്. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ട് തിരിച്ചെടുക്കലാണ് അവർ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാനൊന്ന് പറയുന്നത്, നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേപ്പർ വ്യൂ വഴി നമുക്ക് എടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ഇവരാകെ സ്ട്രെസ് ഔട്ടായിട്ട് ഇത് എങ്ങനെ ഇത് വിൽക്കാമെന്ന് ചിന്തിച്ചിരുന്നു. അപ്പോഴേക്കും ഇതങ്ങോട്ട് പിന്നെ അത് ഈ നമ്മളെന്താ പറയുക പഴയതായ പോലെ. പിന്നെ ഈ സാധനം ഒരു പീരീഡ് ഓഫ് ഒരു 6 months 8 months 10 months ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ പലയിടത്തും എന്തൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് എടുത്തില്ലെങ്കിൽ ഈ ഇന്ന വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഉണ്ട്. അപ്പൊ പിന്നെ അത് ആരും എടുക്കാതെ അങ്ങനെ പിന്നെ സൈനാപ്ലയിൽ കൊടുത്തു. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ സൈനാപ്ലയിൽ കൊടുത്തു. അവിടെ ഒരു 3 മാസം കൊണ്ട് അവർ റൺ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ പല ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽസ് ഇതിൽ 8 minute 10 minute ഇപ്പോൾ പല ക്ലൈമാക്സ് വെച്ച് ബാക്കിയെല്ലാം പലയിടത്ത് കിടക്കുന്നുണ്ട്. സൈനാപ്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ അങ്ങനെ കണ്ട് ഈ ക്ലൈമാക്സ് വെച്ച് ബാക്കിയെല്ലാം കണ്ടു ആൾക്കാർ. അപ്പോൾ അത് യൂട്യൂബിൽ വന്നപ്പോഴേക്കും കുറേ പോർഷൻ കണ്ടവരുണ്ട്, ക്ലൈമാക്സ് അത്ര കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്, ഇതിന് അന്ത്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ വളരെ നമുക്ക് ഈ ഒരു ചിലയ്ക്ക് നമുക്ക് ഇടയ്ക്ക് അവാർഡ് കിട്ടുന്ന പോലെ തന്നെ എന്നെ പലരിടത്തൊരു വ്യക്തി എന്നെ കണ്ടപ്പോൾ ഞാൻ ബാറ്ററി വാങ്ങാൻ പോയ സമയത്ത് എൻ്റെ ഒരു പുള്ളി എൻ്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ കേട്ടോ പറഞ്ഞു. പുള്ളി ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് കൈ തന്നു. അപ്പോൾ കൈ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മുടെ പടം അപ്പം ഞാൻ വിചാരിക്കുന്ന കണ്ണൂസ്കോടിനെ കുറിച്ച് മുമ്പ് പറഞ്ഞാണ്. ഞാൻ വൈഫ് നിർബന്ധിച്ചപ്പോൾ ഇരുന്ന് കണ്ടതാ. നല്ല പടം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ കണ്ണടവും പരിപാടിയും പെൺകുട്ടിയൊക്കെ നന്നായിട്ടുണ്ടെന്ന്. അവൻ ഞെട്ടിപ്പോയി ഞാൻ. പുള്ളി കണ്ണൂസ്കോടൊന്നും പുള്ളി കണ്ടിട്ടൊന്നുമില്ല, ഈ സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആൾക്കാർ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ഇതായി.
പിന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ പല പലയിടത്തുനിന്ന് കണ്ടിട്ട് മൂപ്പര് എനിക്കൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അല്ല എൻ്റെ ഹെഡ് മാസ്റ്ററേ, ഹെഡ് മാസ്റ്റർ ആണല്ലോ. അതെ, അതെ. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഞാനിങ്ങനെ അയച്ചു കൊടുത്തു, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് നേരം കാണണം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. പറഞ്ഞു ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും പലതായിട്ട് കണ്ടു, താങ്കൾ എന്ന് വെച്ചാൽ TH ഒരു 3-4 NGAL നന്നായിട്ടുണ്ട്. ഓ ഞാൻ ഒരിക്കലും അതൊന്നും എടുത്ത് നമ്മളതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ മൂവ്മെന്റ് ആണല്ലോ. ഇപ്പോഴും ഞാൻ പറഞ്ഞതിനെ ശാലിച്ചു ഇതൊരു ക്യാമറയുടെ മുന്നിലാണോ എന്നുള്ളത് മറന്നുപോയി. അങ്ങനെ ഉള്ള മണ്ടത്തരങ്ങൾ. ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഭിപ്രായം തേടാനോ അല്ലെങ്കിൽ ഒരു കാര്യം പുതുതായിട്ട് അവതരിപ്പിക്കാനോ ഒരു കോളിനപ്പുറം അങ്ങനെ ഒരു ബന്ധമുണ്ടോ അപ്പോൾ നമുക്കായിട്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജിനപ്പുറം? നമുക്ക് ചോദിക്കാം, നമ്മളിപ്പോൾ വർക്ക് ചെയ്യണ സമയത്ത് ചോദിക്കാന്നല്ലാതെ ഉറപ്പായിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുകയെന്നുണ്ടെങ്കിൽ മൂപ്പരൊക്കെ തന്നെയാണല്ലോ കറക്റ്റ് ചെയ്യണത്. നന്നായിട്ട് നല്ല ഇതുള്ള നമുക്കിപ്പോൾ ശകാരിച്ചിട്ടുണ്ടോ മമ്മൂക്ക? ഇല്ല 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 അങ്ങനെ നമുക്ക് ഞാൻ കണ്ണൂർ സ്കോളിലൊക്കെ എനിക്കും അസീസിനും ഒക്കെ ശബരീഷിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമ്മൾ 3 പേരും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇതിൽ ആരാണെന്നുണ്ടെങ്കിലും ഒരു 4 ടേക്കുള്ളും നമ്മൾ മൊത്തപ്പടത്തിൽ പോയിട്ടില്ല. കാരണം സിങ് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അത് കാരണം ആ ഒരു പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞൊരു സാധനമുണ്ട് എന്ന് വെച്ചാൽ, അതാണ് പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എടാ നമ്മൾ ബേസിക്കലി ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണം തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഒരു ചടുലത എപ്പോഴും ഉണ്ടാവണം. അത് ഉണ്ടാവണം. അത് എൻ്റെ മനസ്സിലുണ്ട്, കാരണം നമ്മളതിൻ്റെ സ്ക്രീൻ പ്ലേ ഇരുന്നുകൊണ്ട് നമുക്കറിയാം എൻ്റെ ചടുലത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ കളമശ്ശേരിയിലാണ് ഈ പയ്യൻ ചുറ്റിക എടുത്തിട്ട് പുള്ളിയുടെ മുഖത്തൊരടിയുണ്ട് ഈ ഫൈറ്റിനായിട്ടല്ല. അപ്പം അടിച്ചൊന്ന് പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം പുള്ളി ഒരു ഇരുമ്പ് വടി കൊണ്ട് ഇവനിങ്ങനെ ചവിട്ടിയിട്ടിട്ട് ഒരു എറിയുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുത്തി അവനങ്ങോട്ട് പേടിച്ചിരിക്കും. അത് കഴിഞ്ഞ് മൂപ്പര് അവിടെ നിന്ന് അസീസ് വരുമ്പോഴേക്കും ഇങ്ങോട്ട് എണീറ്റിട്ട് മൂപ്പര് അങ്ങോട്ട് നടക്കും. ഇത് കളമശ്ശേരി നമ്മൾ എടുത്തിരിക്കണം 7 ദിവസം. ഇതിൻ്റെ നേരെ 8 ദിവസം നമ്മൾ പൂനെയിൽ ഒരു കുഗ്രാമത്തിൽപ്പെട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കണത് പൂനെയിലെ ഈ രാത്രിയുള്ള ഒരു തെരുവിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നുണ്ട്. വിഷ്ണു പറഞ്ഞ മനസ്സിലാവുണ്ടെന്ന് തെരുവിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുന്ന ഒരു ഔട്ടാണ് നമ്മൾ എടുക്കുന്നത്. വെച്ചാൽ അവിടെ നിന്ന് പുള്ളിനെ അസീസ് താങ്ങി പിടിച്ച് കുഴപ്പമൊന്നുമില്ലെന്നൊരു കൊണ്ടുവരികയാണ്. അവിടെ നമ്മൾ എടുക്കുന്ന ഏകദേശം ഈ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പുള്ളി ആ തെരുവിൽ നിന്ന് എടുക്കുന്നതിന് സിനിമ നോക്കിയാൽ മനസ്സിലാവും പുള്ളി വീണ്ടും സ്പീഡിൽ നടക്കും. ഇത് മാച്ച് ചെയ്യണല്ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളത് പറഞ്ഞില്ല. ഞങ്ങള് വിഷ്ണു ഇത് മനുഷ്യരല്ലേ, നമ്മളത് മറന്നുപോകും ഏത് എക്സിറ്റാണ് വരണത്. അപ്പോൾ ഞാൻ പറഞ്ഞു മേ ബി ഒരു ഇതിനിടയിൽ വേറെ എന്തെങ്കിലും സീക്വൻസ് കയറിണ്ടെന്ന് എനിക്കിപ്പോൾ കണ്ടിന്യൂറ്റി വൈസ് കിട്ടുന്നില്ല. പക്ഷെ ഇന്ന അടി ചുറ്റിവയ്ക്കാൻ കൊണ്ടിട്ടുള്ളതുകൊണ്ട് അവിടെ നിന്നായിരിക്കാം ഞാൻ ആ ഗ്രാമത്തിൻ്റെ ഇന്ന പോർഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ അടിയുടെ വേദന കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് എവിടെ അപ്പൊ ഞാനത് പിന്നെ അത് ഞാൻ പറഞ്ഞു റോബി നമ്മളാരെങ്കിലും ചെന്ന് പറഞ്ഞായിരുന്നു അത് ഈ പരിപാടി. കാരണം രാത്രി പൂനെയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ